അഥേനിയയിലെ പ്രശസ്തനായ ഒരു വാസ്തുശില്പിയാണ് ഡെയ്ഡലസ്. ഇദ്ദേഹത്തിന്റെ മകനാണ് ഇക്കാറസ്. ഡെയ്ഡലസിനെയും ഇക്കാറസിനെയും മൈനോസ് രാജാവ് തടവറയിൽ പിടിച്ചിടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡെയ്ഡലസ് ഒരു ചിറകുണ്ടാക്കുകയാണ്. രണ്ടുപേർക്കും തൂവലുകളും മെഴുകും കൊണ്ട് ചിറകുണ്ടാക്കി. എന്നിട്ട് പറന്നുയരുന്നതിന് മുൻപ് തൻ്റെ മകനായ ഇക്കാറസിനോട് പറയുന്നു, അല്ലയോ പ്രിയ മകനെ, നീ കടലിന് മുകളിൽ കൂടെയും അധികം പറക്കരുത്, അതോടൊപ്പം തന്നെ സൂര്യന് അടുത്തായും പറക്കരുത്. കാരണം മെഴുകുരുകാനും അഥവാ കടലിൽ വീണു പോയാൽ തൂവലുകൾ നനങ്ങിപ്പോകാനുമുള്ള സാധ്യതയുണ്ട്. തൻ്റെ അപ്പൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന സമ്മതത്തോടെ ഡെയ്ഡലസും ഇക്കാറസും പറന്നുയരുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ കിട്ടിയപ്പോൾ ഇക്കാറസ് അപ്പൻ പറഞ്ഞ വാക്കുകൾ മറന്നു പോകുന്നു. അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയരാൻ തുടങ്ങി. പിന്നെ പറയേണ്ടതില്ലല്ലോ, സൂര്യതാപമേറ്റ് മെഴുകുരുകി താഴേക്ക് പതിക്കുന്ന ഇക്കാറസ് കടലിൽ വീണ് മുങ്ങിമരിക്കുന്നു. അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും അഹങ്കാരവും ഏതൊരു മനുഷ്യനെ കടലിൽ വീഴ്ത്തുന്നു. അത് ഇക്കാറസ് ആയാലും നമ്മളായാലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും അമിതമായ ആവേശവും അതിര് കടന്ന ആത്മവിശ്വാസവും അഹങ്കാരവും ഒരു മനുഷ്യനെ ഉറപ്പായിട്ടും കടലിലോ കുഴിയിലോ ചാടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ നമ്മൾ വിനിയോഗിക്കേണ്ടത് അപരൻ്റെ നന്മയ്ക്കാകട്ടെ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി ഭവിച്ചിടേണം എന്നാണ് ശ്രീ നാരായണ ഗുരു പോലും പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഖങ്ങളെന്ന് പറയുന്നത് അഹങ്കാരത്തിൽ മതിമറക്കാനുള്ളതല്ല, പകരം എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് കൊടുക്കാനും നൽകാനും ചെയ്തു തീർക്കാനും എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കും ഉണ്ടാകണം, അല്ലേ?